ഹലോ ഫ്രണ്ട്സ്, തയ്യൽ ഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് ബ്ലൗസിൻ്റെ ബെൽറ്റ് നമുക്ക് എങ്ങനെ യോജിപ്പിക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ അല്ലേ, ബ്ലൗസിൻ്റെ ബെൽറ്റ് പീസ് നമ്മൾ എങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ പീസ് വയ്ക്കാം. അതായത് അകത്ത് പോകുന്നതാണ്. ഈ പുറത്ത് വയ്ക്കുന്നത് നല്ല പീസാണ്, നല്ല പീസ്. അതിൻ്റെ മീതെ നമ്മൾ അതേ തുണി ഉണ്ടെങ്കിൽ അതേ തുണി വയ്ക്കാം, ഇല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസ് തന്നെ നമുക്ക് വയ്ക്കാം. ഇത് അടിവശത്ത് പോകുന്ന പീസാണ് വെച്ചിരിക്കുന്നത് മേളിൽ. അങ്ങനെ ഒരു സൈഡ് നമുക്ക് 3 പീസ് വേണം. ഓക്കെ, ഇതുപോലെ 3 പീസ് വേണം. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഇതെങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പിന് ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് നമ്മൾ ഈ മീതെ വച്ചിരിക്കുന്ന ഈ പീസില്ലേ, മീതെ വച്ചിരിക്കുന്ന ഈ പീസ് അതിനെ നമ്മൾ ഇങ്ങനെ നൂത്ത് വച്ചിട്ട് ഇതുപോലെ നൂത്ത് വച്ചിട്ട് നമ്മൾ പതിച്ചടിക്കണം. ഈ പീസ് അകത്തോട്ടല്ലേ പോകുന്നത്, അപ്പം അത് പതിച്ചടിക്കണം. ഇതുപോലെ പതിച്ചടിക്കണം. എന്നിട്ട് ആ പതിച്ചടിച്ച പീസ് നമ്മൾ അകത്തോട്ട് മടക്കണം. ഇതുപോലെ അകത്തോട്ട് ഇങ്ങനെ മടക്കി അതിൻ്റെ മീതെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിന്, ഇത് അകവശമാണ് കേട്ടോ, 1 ഇഞ്ച് ഗ്യാപ്പിന് മീതെയും ഒരു തയ്യൽ കൊടുക്കുക. ഇതുപോലെ ഒരു തയ്യൽ കൊടുക്കുക. ഓക്കെ, ഇതുപോലെ അടുത്ത പീസും റെഡിയാക്കുക. നമ്മൾ ആ സൈഡാണ് നമ്മൾ ലെവൽ ചെയ്തത്. അപ്പം ഒന്ന് ആ സൈഡ് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ സൈഡ് ലെവൽ ചെയ്യണം. ഇതുപോലെ ലൈനിങ് തുണി വെച്ചു, അതിനുശേഷം നല്ല തുണി അതിൻ്റെ മീതെ വെച്ചു. ഞാൻ എന്തേ കണ്ടോ, ഇവിടെയാണ് ലെവൽ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മീതെ അടിവശത്ത് പോകേണ്ടുന്ന തുണി മാക്സിമം നമ്മൾ ഈ തുണി തന്നെ എടുക്കാൻ നോക്കണം. കാരണം ബ്ലൗസ് തയ്ച്ചാലും ചുരുണ്ട് കയറിയാലും ഒക്കെ നമുക്ക് വേറെ തുണി വയ്ക്കുമ്പോഴത്തേക്ക് അത് വൃത്തികേടായിരിക്കത്തില്ലേ. ഇതുപോലെ അടിച്ചു, എന്നിട്ട് നൂത്ത് വെച്ച് പതിച്ചടിക്കുക. ഇതുപോലെ പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ നൂത്ത് വെച്ച് 1 ഇഞ്ച് ഗ്യാപ്പിന് ഇതുപോലെ പുറത്ത് തയ്ക്കണം. തയ്ച്ചതിന് ശേഷം 2 പീസും, അതായത് ഇതിൻ്റെ നല്ല വശവും കണ്ട അകത്ത് അത് അകവശമാണ്, ഇതും അകവശമാണ്. അപ്പോൾ ഈ അകവശവും കൂടെ ഇതുപോലെ കറക്റ്റാണ് വയ്ക്കണം. കറക്റ്റാണ് വച്ചിട്ട് ഇതുപോലെ നൂത്ത് വെച്ച് എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ബ്ലൗസ് വെട്ടുമ്പോഴത്തേക്ക് ബ്ലൗസിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരിക്കും ഞാൻ. ഇത് 3.5 ഇഞ്ച്, അതുപോലെ 3.5 ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഈ സൈഡും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളിതിനെ ഒരു ബോട്ട് ഷേപ്പിന് മാർക്ക് ചെയ്യണം. ബോട്ട് ഷേപ്പിനൊന്ന് വരയ്ക്കണം. ഒരു വള്ളത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് കറക്റ്റാണ് ഇതുപോലെ വെച്ച് ആ സൈഡും ഒക്കെ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. കറക്റ്റാണ് ഇതുപോലെ വെച്ചിട്ട് വെട്ടിയെടുക്കുക. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ബെൽറ്റ് വെട്ടിയെടുക്കുന്നത്. ബെൽറ്റ് തച്ച് നമ്മൾ റെഡിയാക്കുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.